ഹാപ്പി ന്യൂസ് ഉണ്ട്. ഹാപ്പി ന്യൂസോ? എന്താ അത്? മാഫിയ കിങ്ങും അവന്റെ കൂട്ടാളികളും എവിടേക്കാ പോയതെന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. എവിടേക്കാ പോയത്? ആരവിനെ കാണാൻ, ആരവിന്റെ നാട്ടിലേക്ക്. കൊള്ളാലോ. അപ്പോ ഇത് പറ്റിയ അവസരം തന്നെയാ. എന്താ നിന്റെ പ്ലാൻ? പ്ലാൻ വളരെ സിമ്പിളാ. അർജുൻ കേരളത്തിലായതുകൊണ്ട് തന്നെ അവന്റെ കൂട്ടാളികളും അവന്റെ കൂടെയില്ല. എല്ലാവരും ഇവിടെ തന്നെ. പിന്നെ അവന്റെ ഐഡന്റിറ്റി അവൻ ഒരിക്കലും കേരളത്തെ വെച്ച് വെളിപ്പെടുത്താൻ ചാൻസ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ആരവ കൂടിയുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ സിമ്പിളായി തന്നെ നമുക്ക് അവനെ തീർക്കാം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ തന്നെ നമ്മൾ രണ്ടുപേരും കേരളത്തിലേക്ക് പോകുന്നു. ഇനി കേരളത്തിൽ വെച്ച് കളികൾ കാണിക്കാം. നമ്മൾ കേരളത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അവിടെ ആരെങ്കിലും ഏർപ്പാടാക്കിയ പോരെ? പോരടാടി. അവന്റെ തോൽവി എനിക്ക് കൺമുന്നിൽ കാണണം. അവൻ പെടഞ്ഞു തീരുന്നത് എനിക്ക് കൺകുളിർക്ക് കണ്ടിട്ട് വേണം തിരിച്ച് ന്യൂയോർക്കിലേക്ക് വന്ന് അവന്റെ സാമ്രാജ്യമെല്ലാം വെട്ടി പിടിക്കാൻ. അവനെ കൊല്ല എന്നുള്ളത് അത്ര എളുപ്പമാവും നീ ശരിക്കും ആലോചിച്ചിട്ടല്ലേ? അതെ, ശരിക്കും ആലോചിച്ചു. ഇത്രയും നല്ല ചാൻസ് നമുക്ക് വേറെ കിട്ടില്ല. കാരണം അവൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല നമ്മൾ കേരളത്തിലെത്തുമെന്നും അവനെ അവിടെ വെച്ച് തീർക്കാൻ പ്ലാൻ ഇടുമെന്നും. അതാണ് നമ്മുടെ വിജയവും. നമ്മൾ അവിടെ ചെല്ലുന്നു, പക്ഷെ ഒരിക്കലും അവന്റെ മുന്നിലേക്ക് നമ്മൾ പോയില്ല. എല്ലാ കുറുക്കു വഴി കൂടെ നമ്മൾ നേടിയെടുക്കും. ഏട്ടാ, എനിക്ക് ഏട്ടൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിന് നിനക്ക് മുഖവരയുടെ ആവശ്യമുണ്ടോ? എന്താണെങ്കിലും പറയടാ. ഏട്ടൻ എന്തായാലും ഇത്ര വയസ്സൊക്കെ ആയില്ലേ. അപ്പോൾ ഏട്ടനൊരു കല്യാണം കഴിച്ചാൽ എന്താ? നിനക്കിപ്പോൾ എന്താ എന്നെ പെട്ടെന്ന് കെട്ടിക്കാൻ ഒരു മോഹം? അത് അങ്ങനെ പെട്ടെന്നുണ്ടായതൊന്നല്ല. എൻ്റെ ഉള്ളിൽ അത് പണ്ടേ ഉണ്ട്. പിന്നെ പെണ്ണിനെ നമുക്ക് വേറെ കണ്ടുപിടിക്കണ്ടല്ലോ. ഏട്ടത്തി ഇവിടെ റെഡിയല്ലേ? അപ്പോൾ ഏട്ടൻ ഒന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മാസം തന്നെ കെട്ട് നടത്താം. കല്യാണം എന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല. പെട്ടെന്നൊന്നും നടത്താൻ പറ്റില്ല. നീ ഒരു നിലയ്ക്കാവട്ടെ, എന്നിട്ട് മതി കല്യാണം, കുട്ടിയും കുടുംബമൊക്കെ. എന്താ ഏട്ടാ, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. ഞാൻ കോളേജിലാണ് പഠിക്കുന്നത്. ഇനി ഞാൻ ഒരു നിലയ്ക്കെത്താൻ അത്ര അധികം കാലമൊന്നുമില്ല. എൻ്റെ ക്ലാസ് ദേ കഴിയാറായി. ഇത് കഴിഞ്ഞാൽ ഞാനൊരു ജോലിക്ക് കയറും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ കാര്യം നോക്കില്ലേ. അപ്പോൾ ഏട്ടനൊരു കല്യാണം കഴിക്കണം. അതെനിക്ക് കാണണം. അത് എത്രയും പെട്ടെന്ന് വേണേട്ടാ. ആര് പറഞ്ഞത് ശരിയാട്ടാ. ഏട്ടന് പെട്ടെന്നൊരു കല്യാണം കഴിക്കണം. ഞങ്ങൾക്കും ഒരു സദ്യ ഉണ്ണാലോ. തിരിച്ചു പോകുന്നതിന് മുൻപ് ഞങ്ങൾക്ക് ഏട്ടൻ്റെ കല്യാണം കൂടിയിട്ട് പോവാലോ. തിരിച്ചു പോവേ? അപ്പോൾ നിങ്ങൾ തിരിച്ചു പോവോ? പിന്നല്ലാതെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അവിടെയല്ലേ. ഇവിടേക്ക് ഞങ്ങളൊരു ഒരാവശ്യത്തിന് വേണ്ടി മാത്രം വന്നതാ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചു പോകണ്ടേ? നിങ്ങൾ വന്നപ്പോഴാണ് ഈ വീടിനൊരു ഇണക്കം വെച്ചത്. ഇനി നിങ്ങൾ പോവാന്ന് പറയുമ്പോൾ എന്തോ വല്ലാത്തൊരു വിഷമാവാം. അതിനെന്താ ഏട്ടാ, ഞങ്ങൾ പോയാലും ഇടയ്ക്കൊക്കെ ഇതുപോലെ വരും. ഏട്ടൻ വിഷമിക്കണ്ട. ഞങ്ങൾ എന്തായാലും വരും. അപ്പോൾ പോവാതിരുന്നാ പോരെ? ഇല്ല ഏട്ടാ, പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തിനാ ഏട്ടാ വെറുതെ നിൽക്കാഗ്രഹമില്ലാത്തവരെ പറഞ്ഞു നിർത്തിക്കുന്നത്? അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ നിർബന്ധിക്കുന്നത്? പോണവര് പോട്ടെ, അവർക്കിവിടെ ആരുമില്ലല്ലോ. ആരു? നിനക്കെന്താ പറ്റി? നീ ഇങ്ങനെയൊന്നും സംസാരിക്കാത്തതാണല്ലോ. ചില സമയത്ത് അങ്ങനെയൊക്കെ സംസാരിച്ച് പോവും ഏട്ടാ.
ആരു, എന്താ? നിനക്ക് എൻ്റെ അടുത്തുള്ള ദേഷ്യം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഞാൻ ഇത്രയും ദിവസം കരുതിയിരുന്നേ. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും നീ എന്നിൽ നിന്ന് കൂടുതൽ അകന്നുകൊണ്ടിരിക്കുക. അതെനിക്ക് നന്നായിട്ട് ഫീലാവുന്നുണ്ട്. എന്തിനാടാ നിന്റെ മനസ്സിൽ എന്നോട് ഒരു തരി പോലും ഇഷ്ടമില്ല ഇപ്പോ? നിന്റെ നാക്ക് എത്ര കള്ളം പറഞ്ഞാലും നിന്റെ കണ്ണുകൾക്ക് ഒരിക്കലും കള്ളം പറയാൻ പറ്റില്ല ആരു. നിന്റെ കണ്ണുകൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. എന്നിട്ടും നീ എന്താണ് സമ്മതിച്ചു തരാത്തത്? ഇത്ര ദിവസമായി ഞാനിവിടെ വന്നിട്ട് എന്നെ കൊണ്ടാവുന്നത്ര ഞാൻ ഓരോന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരല്പം അനുകമ്പ പോലും നീ എൻ്റെ അടുത്ത് കാണിക്കുന്നില്ല. ശരിക്കും നിനക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. കൂടുതലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നീ പറഞ്ഞത് ശരിയാരു. സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റില്ല. അത് ഉള്ളിന്ന് വരിക തന്നെ ചെയ്യണം. നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നു, എനിക്കും നിന്നെ ഇഷ്ടം. പക്ഷേ അത് പറയാൻ ഞാൻ അല്പം വൈകിപ്പോയി. അതിന് ഇത്രയും അധികം ശിക്ഷ നീ എനിക്ക് തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇനിയും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ മുന്നിൽ തോറ്റു തരാൻ ഞാൻ ഒരു കാര്യവും. കാരണം ഞാനിവിടെ നിൽക്കും തോറും നീ കൂടുതൽ ഇറിറ്റേറ്റഡ് ആവാന്നാ എനിക്ക് തോന്നുന്നത്. സോ ഞാൻ തിരിച്ചു പോവാ. അർജുൻ, നീ എന്താ പറയുന്നേ? ഇത്ര പെട്ടെന്ന് തിരിച്ചു പോവാന്നു? അതിന് ഇത്രയും ഇവിടെ എന്താ ഉണ്ടായേ? പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടാ തിരിച്ചു പോവാന്ന് പറഞ്ഞത്. നമ്മളിവിടെ വന്നത് ആരവിനെ സ്വന്താക്കാൻ വേണ്ടിയിട്ടാ. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും അവന് ഞാൻ ഒരു ബുദ്ധിമുട്ടായി മാറുന്ന എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനി അവനെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എടാ, നീ ഇതുവരെ ഇറങ്ങിത്തിരിച്ച ഒരു കാര്യത്തിൽ പോലും തോറ്റിട്ടില്ല. ഇതിലും നീ തോൽക്കാൻ പാടില്ല. ഞാൻ ഇത്രയും കാലം ഇറങ്ങിത്തിരിച്ചതെല്ലാം മറ്റെന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ സ്നേഹത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് ഇതാദ്യമായിട്ടാണ്. അതിൽ തോൽവിയായിരിക്കും ദൈവനിശ്ചയം. ആയിക്കോട്ടെ, സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റില്ല. എന്തിനാ? അവന് താല്പര്യമില്ലെങ്കിൽ ഞാൻ വെറുതെ ശരിയാവില്ലൊന്നും. നമുക്ക് തിരിച്ചു പോവാം. എടാ, എന്നാലും ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? വേണ്ട ടോബി, എന്തിനാ വെറുതെ? ഇനിയും അവൻ്റെ മുന്നിൽ ഞാനൊരു കോമാളിയായി മാറാ. ഇനിയും വേണ്ടടാ. ശരിയേട്ടാ, എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല മക്കളെ, ഇത്രയും പെട്ടെന്ന് തിരിച്ചു പോണു? കുറച്ച് ദിവസം കൂടി നിന്നിട്ട് പതിയെ പോയാ പോരെ? ഇല്ല ഏട്ടാ, അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ഞങ്ങളില്ലാത്തതുകൊണ്ട് അലങ്കോലായി കിടക്കായിരിക്കും. എല്ലാം ഒന്നും കൂടി സെറ്റാക്കണം പോയിട്ട്. അതിന് ഇവിടെ നിന്ന് ശരിയാവില്ല. ശരിയാ, എങ്കിൽ പോയിട്ട് വാ. ഇടയ്ക്കൊക്കെ വരണം ഇതുപോലെ. ശരി ഏട്ടാ, ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാം. ശരി ഏട്ടത്തി, പോട്ടെ. അഞ്ജു, ശരി എന്നാ. ശരി, പോട്ടെ. എടാ, എന്താ നിന്റെ പ്ലാൻ? ഇതുവരെ പറഞ്ഞില്ലല്ലോ. നമ്മൾ എന്തിനാ അവരുടെ കാറിനെ ഫോളോ ചെയ്യുന്നേ? ഡാഡിയല്ലേ പറഞ്ഞത് അവരുടെ മരണം ഡാഡിക്ക് നേരിട്ട് കാണണമെന്ന്. അപ്പൊ പിന്നെ അവരുടെ കാറ് ഫോളോ ചെയ്യാതിരുന്ന നമുക്ക് ആ സുവർണ അവസരമല്ലേ മിസ്സാവാ? അതിനർത്ഥം അതിനർത്ഥം ഒന്നേ ഉള്ളൂ. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ വാഹനം വേറൊരു വണ്ടിയായിട്ട് ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടാവും. ചെറുതല്ല, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒരു വലിയൊരു ആക്സിഡന്റ് ഉണ്ടാവും. ആ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ച് അവർ 3 പേരും കൊല്ലപ്പെടും. ഇതുമൂലം
നമ്മുടെ തലയിൽ കുറ്റം വരികയുമില്ല. ആ 3 പേരും ഈ ലോകത്തുനിന്ന് വിട പറയുകയും ചെയ്യും. അവരുടെ സ്വത്തും സമ്പാദ്യങ്ങളും പിന്നെ നമുക്ക് 2 പേർക്കും സ്വന്തം. വെരി ഗുഡ്, വെരി ഗുഡ് മോനെ. ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. யாரிவன் யாரிவன் ஓர் மாயவன் மெய்யானவன் நன்பில் யாரிவன் யாரிவன் நான் நேசிக்கும் கண்ணீரிவன் நெஞ்சில் யாரிவன் யாரிவன் ஓர் மாயவன் மெய்யானவன் நன்பில் யாரிவன் யாரிவன் நான் நேசிக்கும் கண்ணீரிவன் நெஞ்சில் ബെന്നി ചായ, ടോബി ചായ, അർജുൻ. ഞങ്ങള് 2 പേരും ബാക്ക് സീറ്റിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര വലിയ പരിക്ക് പറ്റിയില്ല. ചെറുതായിട്ടേ പറ്റുള്ളൂ. പക്ഷേ ഫ്രണ്ട് സീറ്റിലായിരുന്നു അർജുൻ. അതുകൊണ്ട് അവന് ഇതിന് സീരിയസാ. നിങ്ങൾ കളിക്കല്ലേ? അർജുൻ എന്താ പറ്റി? കാര്യം പറ. എന്നോട് വിളിക്കല്ലേ? അഞ്ജു പറയടി, അവരോട് പറയാൻ പറ. എൻ്റെ അർജുൻ എന്താ പറ്റിയെന്ന്. ആരും കരയല്ലടാ. അർജുൻ ഒരു കുഴപ്പമുണ്ടാവില്ല. നീ ഇങ്ങനെ വിഷമിക്കല്ലേ. ആരാ അർജുന്റെ കൂടെ വന്നിരിക്കുന്നത്? ഡോക്ടർ അർജുൻ എങ്ങനെയുണ്ട്? ഡോക്ടർ പറ. ഡോക്ടർ അർജുൻ എങ്ങനെയുണ്ട്? ടെൻഷൻ അടിക്കല്ലേ, ഞാൻ പറയട്ടെ. ഇടീര വണ്ടി ഇടിച്ച ആഘാതത്തില് അത്യാവശ്യം സീരിയസ് ഇഞ്ചുറി തന്നെയാ ആൾക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 24 hours ഒബ്സർവേഷനിലിരിക്കട്ടെ. ബാക്കി പിന്നീട് പറയാം. ഡോക്ടർ അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? നോക്ക്, ഞങ്ങള് ഡോക്ടർമാരാ, ദൈവങ്ങളല്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണല്ലോ. സോ ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. അർജുൻ എന്തേലും പറ്റോടി? ഞാൻ അവനെ ഒരുപാട് വേദനിപ്പിച്ച്. പാവം, അവൻ എന്നെ കാണാൻ വേണ്ടി ഇവിടെ വരെ വന്നിട്ട് ഒന്ന് മര്യാദയ്ക്ക് പോലും ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. അവനാണെങ്കിൽ എപ്പോഴും എൻ്റെ പിന്നാലെ വന്ന് ഞാനെന്ത് ക്രൂരനാടി. ആരോ കരയാതടാ. അർജുൻ ഒരു കുഴപ്പവും വരില്ല. നീ ടെൻഷൻ അടിക്കല്ലേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവനൊന്നും വരുത്തില്ല. അർജുൻ കണ്ണു തുറന്നിട്ടുണ്ട്. റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം. അർജുൻ, I'm sorryടാ. കണ്ണ് തുറക്ക്.
ഇനി ഇനി ഒരിക്കലും ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്യില്ല. എനിക്ക് അപ്പോഴത്തെ ദേഷ്യം കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. നീ ന്യൂയോർക്കിൽ വെച്ച് എന്നെ എത്രമാത്രം അവോയ്ഡ് ചെയ്തു. അപ്പോ അതുകൊണ്ടൊക്കെ ഞാൻ, അല്ലാതെ എനിക്ക് നിന്നോട് ഒരു വെറുപ്പുമില്ല. എനിക്ക് നിന്നെ ജീവനാടാ. കണ്ണു തുറക്ക് പ്ലീസ് ഡാ. എന്നെ വിട്ടിട്ട് പോവല്ലടാ. നീ ഇന്നലെ എൻ്റെ വീട്ടിൽ നിന്ന് പോവാന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് സഹിച്ചില്ല. അപ്പൊ നീ എന്നെ വിട്ട് എന്നേക്കുമായി പോയി കഴിഞ്ഞ ഞാൻ എങ്ങനെ സഹിക്കും? അർജുൻ, കണ്ണ് തുറക്കടാ. Do you know how much I love you? അർജുൻ, എന്ത് ദുഷ്ടനാടാ നീ. എന്നെ ഒറ്റയ്ക്കേക്ക് പോവാൻ നോക്കാണോ? നിന്റെ അടുത്ത് ഞാൻ മിണ്ടില്ല. ഇത്രയും നേരം പോവരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പോ മിണ്ടില്ല എന്നാണോ പറയുന്നത്? അതെങ്ങനെ ശരിയാവും? നീ പോവരുതെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാനിപ്പോ കണ്ണു തുറന്നത്. ഓഹോ, അപ്പോ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നല്ലേ? ദുഷ്ട. അപ്പോ ഇപ്പോഴും എന്നെ വെറുതെ വിഷമിപ്പിച്ചു. നിന്നോട് ഞാൻ മിണ്ടില്ല, ശരിക്കും മിണ്ടില്ല. യു ആർ മൈ ബേബി. നിന്നെ വിട്ട് ഞാനങ്ങനെ പെട്ടെന്ന് പോടാ. ഞാൻ ഒരിക്കലും നിന്നെ വിട്ടിട്ട് പോവില്ല. സത്യമായിട്ടും പോവില്ല. പോയാ കൊന്നു കളയും ഞാൻ. നീ എത്രമാത്രം എന്നെ പേടിപ്പിച്ചെന്ന് നിനക്കറിയും. എന്റെ പ്രാണം പോകുന്നത് പോലെ എനിക്ക് തോന്നിയത്. ഒരു നിമിഷത്തേക്ക് പോലും എന്നെ വിട്ടിട്ട് പോകുന്നത് നീ ചിന്തിക്കാൻ പാടില്ല. അർജുൻ, I love you. I love you so much. I love you too, Arav. I love you more than anything in the world.